പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി കഴിഞ്ഞതോടെ താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടവേള ബാബു ഒഴിയുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേരാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഈ മാസം 30-ന് കൊച്ചിയിൽ നടക്കുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ്. ജൂൺ 30-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നടൻ മോഹൻലാൽ 3-ാം തവണയും അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദനെതിരെയും ആരും നോമിനേഷൻ നൽകിയിട്ടില്ല. കഴിഞ്ഞ 25 വർഷമായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നു എന്നതാണ് ഇത്തവണ നടക്കുന്ന അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പത്രികാ സമർപ്പണത്തിന്റെ സമയം അവസാനിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാകും ശക്തമായ മത്സരമെന്ന് ഉറപ്പായി. സിദ്ദിഖ്, ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷിനെ കൂടാതെ മഞ്ജു പിള്ള, ചേർത്തല ജയൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവർ മത്സരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വനിതകൾ ഉൾപ്പെടെ 12 പേരാണ് പത്രിക നൽകിയത്. ടിനി ടോം, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാരോൺ, രമേശ് പിഷാരടി, വിനു മോഹൻ, സുരേഷ് കൃഷ്ണ, ജോയി മാത്യു, ടൊവിനോ തോമസ്, ഡോക്ടർ റോണി, അൻസിബ ഹസൻ, അനന്യ, സരയു മോഹൻ എന്നിവരാണ് പത്രിക നൽകിയത്. കോട്ടയം നസീർ, രവീന്ദ്രൻ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പത്രിക നൽകിയിരുന്നുവെങ്കിലും സാങ്കേതിക പിഴവ് മൂലം ഇത് തള്ളുകയായിരുന്നു. എല്ലാവരും മത്സര രംഗത്തേക്ക് എത്തട്ടെ എന്ന മോഹൻലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഔദ്യോഗിക പാനൽ ഇല്ലാതെയാണ് ഇത്തവണ മത്സരം. സംഘടനയിൽ അംഗങ്ങളായ 500 പേർക്കാണ് വോട്ടിംഗ് അവകാശമുള്ളത്. ജനം, കൊച്ചി.